ഓം ശാന്തി 9/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ശിവജയന്തിയുടെ സമയത്ത് നിങ്ങൾ വളരെ ആഘോഷപൂർവം നിരാകാരനായ അച്ഛന്റെ ജീവചരിത്രം എല്ലാവരെയും കേൾപ്പിക്കൂ. വജ്രതുല്യമായിട്ടുള്ളത് ഈ ശിവജയന്തി തന്നെയാണ്. ചോദ്യം: നിങ്ങൾ ബ്രാഹ്മണരുടെ സത്യമായ ദീപാവലി എപ്പോഴാണ്, എങ്ങനെയാണ്? ഉത്തരം: വാസ്തവത്തിൽ ശിവജയന്തി തന്നെയാണ് നിങ്ങളുടെ സത്യമായ ദീപാവലി. എന്തുകൊണ്ടെന്നാൽ ശിവബാബ വന്ന് നിങ്ങൾ ആത്മാക്കളാകുന്ന ദീപങ്ങളെ തെളിയിക്കുകയാണ്. ഓരോ വീട്ടിലെയും ദീപം തെളിയുന്നു, അർത്ഥം ആത്മജ്യോതി തെളിയുന്നു. അവർ സ്ഥൂലത്തിലുള്ള ദീപം തെളിയിക്കുന്നു, എന്നാൽ നിങ്ങളുടെ സത്യമായ ദീപം ശിവബാബ വരുന്നതിലൂടെയാണ് തെളിയുന്നത്. അതിനാൽ നിങ്ങൾ വളരെ വർണ്ണാഭമായി ശിവജയന്തി ആഘോഷിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ശിവജയന്തി ആഘോഷിക്കുന്നു. അതുപോലെ ഭാരതത്തിൽ തന്നെയാണ് ശിവജയന്തി ആഘോഷിക്കുന്നത്. ഒന്നിന്റെ ജയന്തിയാണ് ആഘോഷിച്ചു വരുന്നത്. ആ ശിവനെ പിന്നെ സർവവ്യാപി എന്ന് പറഞ്ഞു. ഇപ്പോൾ സർവരുടെയും ജയന്തി ഉണ്ടാവുക സാധ്യമല്ല. ജയന്തി എപ്പോഴാണ് ആഘോഷിക്കുന്നത്? എപ്പോഴാണോ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ. തീർച്ചയായും ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്. ആര്യ സമാജത്തിലുള്ളവരും ആഘോഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ 2024 88ാമത് ജയന്തിയാണ് ആഘോഷിക്കുന്നത്. അർത്ഥം ജനിച്ചിട്ട് 88 വർഷമായി. എല്ലാവരുടെയും ജന്മദിനം ഓർമ്മ വയ്ക്കാറുണ്ട്. ഇവർ ഇന്ന ദിവസം ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു. ഇപ്പോൾ നിങ്ങൾ ശിവബാബയുടെ 88ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ബാബ നിരാകാരനാണ്. ബാബയ്ക്ക് എങ്ങനെ ജയന്തിയുണ്ടാകും? എത്ര വലിയ വലിയ മനുഷ്യർക്കാണ് ക്ഷണപത്രിക അയക്കുന്നത്. ആരെങ്കിലും ചോദിക്കേണ്ടതാണ് ജയന്തി എങ്ങനെ ആഘോഷിക്കാൻ സാധിക്കും എന്ന്. ബാബ എപ്പോൾ എങ്ങനെ ജന്മമെടുത്തു? പിന്നീട് അവരുടെ ശരീരത്തിന് എന്ത് പേരാണ് വെച്ചത്? പക്ഷേ തീർത്തും കല്ലുബുദ്ധികളാണ് ഇങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബ നിരാകാരനാണ്, പേര് ശിവൻ എന്നാണ്. നിങ്ങൾ സാളിഗ്രാമങ്ങളായ കുട്ടികളാണ്. അറിയാം, ഈ ശരീരത്തിൽ സാളിഗ്രാമമുണ്ട്. പേര് ശരീരത്തിനാണ് വെക്കുന്നത്. അത് പരമാത്മാ ശിവനാണ്. ഇപ്പോൾ നിങ്ങൾ എത്ര വർണ്ണാഭമായാണ് പരിപാടികൾ നടത്തുന്നത്. ദിനം പ്രതിദിനം നിങ്ങൾ വളരെ ആരവത്തോടെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതായത് എപ്പോഴാണോ ശിവബാബ ബ്രഹ്മ ശരീരത്തിൽ പ്രവേശിച്ചത് അത് തന്നെയാണ് അവരുടെ ജയന്തിയായി പാടപ്പെടുന്നത് എന്ന്. ബാബയ്ക്ക് തീയതിയും സമയവും ഒന്നുമില്ല. പറയുന്നു, ഞാൻ ഈ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ ഏത് സമയത്ത് അത് പറയുന്നില്ല. തീയതിയും ദിവസവും സമയവുമൊക്കെ പറയുകയാണെങ്കിൽ പറയാൻ സാധിക്കും ഇന്ന തീയതിയിലെന്ന്. ബാബയ്ക്ക് ജാതകവുമില്ല. വാസ്തവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജാതകം ബാബയുടേതാണ്. ബാബയുടെ കർത്തവ്യവും സർവശ്രേഷ്ഠമാണ്. പ്രഭു, അങ്ങയുടെ മഹിമ അപരം അപാരമാണ് എന്ന് പറയാറുണ്ട്. എങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. ഒരുപാട് പേർക്ക് മഹിമ പാടുന്നുണ്ട്. നെഹ്റു, ഗാന്ധി മുതലായ എല്ലാവർക്കും മഹിമ പാടുന്നുണ്ട്. പക്ഷേ ബാബയുടെ മഹിമ ആർക്കും വർണ്ണിക്കാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ ശാന്തിയുടെ സാഗരമാണ്, ജ്ഞാനസാഗരമാണ്. തീർച്ചയായും ഒരേ ഒരു ബാബയേ ഉള്ളൂ. പിന്നീട് എങ്ങനെ ബാബയെ സർവവ്യാപി എന്ന് പറയാൻ സാധിക്കും? പക്ഷേ
ഒന്നും മനസ്സിലാക്കുന്നില്ല. പിന്നീട് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ആരും ചോദിക്കുന്നതിനുള്ള സാഹസവും കാണിക്കുന്നില്ല. ഇല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ്, ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്, മഹിമ പാടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആരോ വന്നു പോയിട്ടുണ്ട്, വളരെയധികം ഭക്തരുണ്ട്. അഥവാ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഭക്തരുടെയും സാധു സന്യാസി ഗുരുക്കന്മാരുടെയും സ്റ്റാമ്പുകൾ ഉണ്ടാക്കാനും സാധിക്കില്ല. എങ്ങനെയാണോ ഗവൺമെന്റ്, അതുപോലെ തന്നെയാണ് പ്രജകളും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ ജീവചരിത്രം നന്നായി മനസ്സിലായി. നിങ്ങൾക്ക് എത്ര ലഹരിയുണ്ടോ അത്രയും മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ തന്നെയാണ് പറയുന്നത് ശിവജയന്തി വജ്രതുല്യമാണ്, ബാക്കി എല്ലാവരുടെയും ജയന്തി കക്കയ്ക്ക് തുല്യമാണ്. ബാബ തന്നെയാണ് വന്ന് കക്കയെ വജ്രതുല്യമാക്കി മാറ്റുന്നത്. ശ്രീകൃഷ്ണനും ബാബയിലൂടെയാണ് ഇത്രയും ഉയർന്ന പദവി പ്രാപ്തമാക്കിയത്. അതിനാലാണ് ബാബയുടെ ജയന്തി വജ്രതുല്യമാണ് എന്ന് പാടുന്നത്. ആദ്യം കക്കയ്ക്ക് സമാനമായിരുന്നു, പിന്നീട് ബാബയാണ് വജ്രതുല്യമാക്കി മാറ്റിയത്. ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് അറിയില്ല. കൃഷ്ണനെ അങ്ങനെയുള്ള വിശ്വരാജകുമാരനാക്കി മാറ്റിയത് ആരാണ്? അതിനാൽ കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുന്നതും മനസ്സിലാക്കി കൊടുക്കണം. കുട്ടി മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. പിന്നീട് കുട്ടിയെ കൂടയിൽ വെച്ചുകൊണ്ടുപോയി. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ വിശ്വരാജകുമാരനാണ്. പിന്നെ കൃഷ്ണൻ എന്തിനാണ് ഭയക്കുന്നത്? അവിടെ കംസൻ മുതലായവർ എവിടെ നിന്ന് വന്നു? ഈ മുഴുവൻ കാര്യങ്ങളും ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള യുക്തികൾ വളരെ നല്ലതായിരിക്കണം. എല്ലാവർക്കും ഒരേപോലെ പഠിപ്പിക്കാൻ സാധിക്കില്ല. യുക്തിയുക്തമായി മനസ്സിലാക്കി കൊടുക്കാത്ത കാരണത്താൽ അത് കൂടുതലും ഡിസർവീസ് ആകുന്നു. ഇപ്പോൾ ശിവജയന്തി ആഘോഷിക്കുകയാണ് എങ്കിൽ ശിവന്റെ മഹിമ തന്നെയാണ് പാടേണ്ടത്. ഗാന്ധി ജയന്തി സമയത്ത് ഗാന്ധിജിയുടെ മഹിമ തന്നെയാണ് പാടുക. അപ്പോൾ മറ്റൊന്നും തോന്നില്ല. ഇപ്പോൾ നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ബാബയ്ക്ക് മഹിമയും ജീവിതകഥയും ജീവചരിത്രവും ഉണ്ടാകും. നിങ്ങൾ ആ ദിവസം ഇരുന്ന് ബാബയുടെ ജീവചരിത്രം തന്നെ കേൾപ്പിക്കൂ. ബാബ പറയുന്നു, ശിവജയന്തി എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല. അവർക്ക് ഒരു വർണ്ണനയുമില്ല. ബാബയുടെ മഹിമ അപരം അപാരമായി പാടപ്പെടുന്നു. ശിവബാബയെ നിഷ്കളങ്കരുടെ നാഥൻ എന്നു പറഞ്ഞ് വളരെയധികം മഹിമ പാടുന്നു. ബാബ നിഷ്കളങ്കനായ ഭണ്ഡാരിയാണ്. ലോകർ ശിവശങ്കരൻ എന്ന് പറയുന്നു. ശങ്കരനെ ഭോലാനാഥനാണ് എന്ന് കരുതുന്നു. വാസ്തവത്തിൽ ശങ്കരനെ കാണുമ്പോൾ നിഷ്കളങ്കനായ നാഥനായി തോന്നുന്നില്ല. ശങ്കരനെക്കുറിച്ച് പറയുന്നത് കണ്ണു തുറന്നതും വിനാശമുണ്ടായി എന്നാണ്. ഉന്മാത്തനായി നടക്കുന്ന ആളെ പിന്നീട് നിഷ്കളങ്കനായ നാഥൻ എന്ന് എങ്ങനെ പറയും? മഹിമ ഒന്നിനു മാത്രമാണുള്ളത്. നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ചെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവിടേക്ക് ഒരുപാട് പേർ വരും. അപ്പോൾ ശിവന്റെ ജീവചരിത്രം കേൾപ്പിക്കണം. നിഷ്കളങ്കരുടെ നാഥനും ഭണ്ഡാരിയുമായ ശിവബാബ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ശിവനും ശങ്കരനും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ശിവബാബയുടെ പൂജ ഉണ്ടാകുന്നത് ശിവക്ഷേത്രങ്ങളിലാണ്. അതിനാൽ നിങ്ങൾ അവിടെ ചെന്ന് ശിവബാബയുടെ ജീവിതകഥ പറഞ്ഞു കൊടുക്കണം. ജീവചരിത്രം എന്ന് കേട്ട് ശിവന്റെ ജീവചരിത്രം എങ്ങനെ കേൾപ്പിക്കും എന്ന് ചിന്തിച്ച് പലർക്കും തലചുറ്റാൻ വരെ സാധ്യതയുണ്ട്. അതിനാൽ അത്ഭുതകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കി അനേകം പേർ വരും.
പറയൂ, ക്ഷണമനുസരിച്ച് ആരെല്ലാമാണോ വരുന്നത് അവർക്ക് ഞങ്ങൾ നിരാകാരനായ പരമപിത പരമാത്മാവിന്റെ ജീവിതകഥ പറഞ്ഞുതരാം. ഗാന്ധിജി മുതലായവരുടെ ജീവചരിത്രവും കേൾക്കാറുള്ളതല്ലേ? ഇപ്പോൾ നിങ്ങൾ ശിവബാബയുടെ മഹിമ ചെയ്യുകയാണെങ്കിൽ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് സർവവ്യാപി എന്ന കാര്യം മാഞ്ഞു പോകും. ഒരാളുടെ മഹിമയ്ക്ക് മറ്റൊരാളുടേതുമായി സാമ്യമുണ്ടാകില്ല. അവർ എത്ര മണ്ഡപങ്ങൾ ഉണ്ടാക്കിയാലും പ്രദർശനികൾ ചെയ്താലും അതൊന്നും ശിവബാബയുടെ ക്ഷേത്രങ്ങളല്ല. നിങ്ങൾക്കറിയാം, സത്യമായ ശിവബാബയുടെ വാസ്തവത്തിലുള്ള ക്ഷേത്രം ഇതാണ്. ഇവിടെ രചയിതാവ് സ്വയം വന്നിരുന്ന് രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും, രചയിതാവിന്റെ ജീവചരിത്രവും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ ചരിത്രവും കേൾപ്പിക്കാം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണം. വലിയ വലിയ ആളുകളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ പരമപിത പരമാത്മാവിന്റെ ജീവിതകഥ ആരാണ് പറഞ്ഞു തരുന്നത് എന്ന് കരുതി അത്ഭുതപ്പെടും. കേവലം രചനയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അവർ മനസ്സിലാക്കും പ്രളയമുണ്ടായി, പിന്നീട് പുതിയ രചന ഉണ്ടായി എന്ന്. പക്ഷേ അങ്ങനെയല്ല. ബാബ വന്ന് പതിതരെ പാവനമാക്കി മാറ്റുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ അവർ അത്ഭുതപ്പെടും. ശിവക്ഷേത്രങ്ങളിലേക്കും അനേകം പേർ വരും. ഹാൾ അല്ലെങ്കിൽ മണ്ഡപം വളരെ വലുതായിരിക്കണം. നിങ്ങൾ പ്രഭാതത്തിൽ ചുറ്റാനിറങ്ങിയതാണെങ്കിലും ശരി, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ആരാണ് സ്ഥാപിച്ചത് എന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. സർവാത്മാക്കളുടെയും പിതാവായ ശിവബാബയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ചെന്ന് എങ്ങനെയെല്ലാം മനസ്സിലാക്കി കൊടുക്കാം എന്ന് ഇതുപോലെ വിചാരസാഗര മന്ഥനം ചെയ്യണം. ശിവക്ഷേത്രത്തിൽ അതിരാവിലെയാണ് പൂജ നടക്കുക. മണി മുഴങ്ങുന്നതും അതിരാവിലെയാണ്. ശിവബാബ വരുന്നതും പ്രഭാത സമയത്താണ്. അർദ്ധരാത്രിയിലാണ് എന്ന് പറയാനും സാധിക്കില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ജ്ഞാനവും കേൾപ്പിക്കാൻ സാധിക്കില്ല. കാരണം ആ സമയത്ത് മനുഷ്യർ എല്ലാവരും ഉറങ്ങുകയായിരിക്കും. പിന്നെ മനുഷ്യർക്ക് രാത്രിയിലാണെങ്കിൽ കുറച്ചു സമയമേ ലഭിക്കൂ. വിളക്കുകളും പ്രകാശിച്ചുകൊണ്ടിരിക്കും. നന്നായി പ്രകാശം ഉണ്ടാവുകയും വേണം. ശിവബാബ വന്ന് നിങ്ങൾ ആത്മാക്കളെ ഉണർത്തുകയാണ്. സത്യമായ ദീപാവലി ഇതാണ്. എല്ലാ വീടുകളിലും ദീപം തെളിയുന്നു. അർത്ഥം ആത്മജ്യോതി തെളിയുന്നു. അവരാണെങ്കിൽ വീട്ടിൽ സ്ഥൂല ദീപങ്ങൾ തെളിയിക്കുകയാണ്. പക്ഷേ ദീപാവലിയുടെ വാസ്തവത്തിലുള്ള അർത്ഥം ഇതാണ്. ചിലരുടെ ദീപം തീർത്തും പ്രകാശിക്കുന്നില്ല. എന്റെ ദീപം എങ്ങനെ തെളിയുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അന്ധകാരമുണ്ടാകരുത് എന്ന് കരുതി ദീപം തെളിയിക്കുന്നു. പക്ഷെ അതിന് ആദ്യം ആത്മദീപം തെളിയണം. എങ്കിലേ അന്ധകാരം ഇല്ലാതാകൂ. ഇല്ലെങ്കിൽ മനുഷ്യർ ഘോര അന്ധകാരത്തിലാണ്. ആത്മാവാണെങ്കിൽ സെക്കൻഡിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കും. ഇതിൽ അന്ധകാരത്തിന്റെ കാര്യമില്ല. ഇത് ഭക്തി മാർഗത്തിലുള്ള ആചാരമാണ്. നെയ് കഴിയുമ്പോഴാണ് ദീപം അണയുന്നത്. അന്ധകാരം എന്നതിന്റെ അർത്ഥവും ആരും മനസ്സിലാക്കുന്നില്ല. പിതൃക്കളെ കഴിപ്പിക്കുന്നതിന്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. മുമ്പ് ആത്മാക്കളെ വിളിക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. ഇവിടെയും വരും. ചില സമയങ്ങളിൽ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യും. പറയൂ, നിങ്ങൾക്ക് സുഖമാണോ? അപ്പോൾ പറയും, അതെ. തീർച്ചയായും ഇവിടെ നിന്ന് ആരാണോ പോകുന്നത് അവർ നല്ല വീട്ടിലെ ജന്മമെടുക്കൂ. ജന്മമെടുക്കുന്നത് തീർച്ചയായും അജ്ഞാനിയുടെ വീട്ടിലായിരിക്കും. ജ്ഞാനിയുടെ വീട്ടിൽ ജന്മമെടുക്കാൻ സാധിക്കില്ല.
കാരണം ജ്ഞാനിയായ ബ്രാഹ്മണന് ഒരിക്കലും വികാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അവർ പവിത്രമാണ്. തീർച്ചയായും നല്ല സുഖിയായ വീട്ടിൽ ചെന്ന് ജന്മമെടുക്കും. വിവേകവും പറയുന്നുണ്ട്, എങ്ങനെയാണോ അവസ്ഥ അതുപോലെയാണ് ജന്മം. പിന്നീട് അവിടെ തന്റെ തിളക്കം കാണിക്കും. ശരീരം ചെറുപ്പമാണ്, അതിനാൽ സംസാരിക്കാൻ സാധിക്കില്ല. കുറച്ചു വലുതായാൽ ജ്ഞാനത്തിന്റെ തിളക്കം തീർച്ചയായും കാണിക്കും. എങ്ങനെയാണോ ചിലർ ശാസ്ത്രത്തിന്റെ സംസ്കാരം എടുത്തുകൊണ്ടു പോയാൽ ചെറുപ്പത്തിൽ തന്നെ അതിൽ മുഴുകുന്നത്, അതുപോലെ ഇവിടെ നിന്ന് ജ്ഞാനം എടുത്തുപോയാൽ തീർച്ചയായും മഹിമ ഉണ്ടാകും. നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കുകയാണ്. അവർക്കിതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല. ചോദിക്കണം, അഥവാ ശിവൻ സർവവ്യാപി ആണെങ്കിൽ ജയന്തി എങ്ങനെ ആഘോഷിക്കാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പഠിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബാബ ടീച്ചറുമാണ്, അച്ഛനുമാണ്, സദ്ഗുരുവുമാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സിഖുകാരും പറയുന്നുണ്ട് സത് ശ്രീ അകാൽ മൂർത്ത് എന്ന്. ഇപ്പോൾ വാസ്തവത്തിൽ സർവാത്മാക്കളും അകാലമൂർത്താണ്. പക്ഷെ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു. അതിനാൽ ജനന മരണം എന്ന് പറയുന്നു. ആത്മാവ് അത് തന്നെയാണ്. ആത്മാവ് 84 ജന്മം എടുക്കുന്നു. കൽപ്പം എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ സ്വയം വന്ന് പറയുകയാണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് ഇവരിൽ പ്രവേശിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. തീർച്ചയായും പരമാത്മാവ് അവതരിക്കും. പക്ഷെ എങ്ങനെ, എപ്പോൾ അവതരിച്ചു ഒന്നും മനസ്സിലാക്കിയിരുന്നില്ലല്ലോ. ദിനം പ്രതിദിനം നിങ്ങളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. മുമ്പ് ആരെങ്കിലും 2 അക്ഷന്മാരുടെ രഹസ്യം മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? മുമ്പ് നിങ്ങൾ ചെറിയ കുട്ടികളെ പോലെ ആയിരുന്നു. ഇപ്പോഴും വളരെയധികം കുട്ടികൾ പറയുന്നുണ്ട്, ബാബ, ഞങ്ങൾ താങ്കളുടെ 2 ദിവസം പ്രായമായ കുട്ടിയാണ്, ഇത്ര ദിവസമായ കുട്ടിയാണ്. മനസ്സിലാക്കുന്നുണ്ട്, എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം കൽപ്പം മുന്നിലേതുപോലെയാണ്. ഇതിൽ വളരെയധികം ജ്ഞാനമുണ്ട്. മനസ്സിലാക്കാനും സമയമെടുക്കും. ജന്മമെടുത്ത ശേഷം മരണമടയുകയും ചെയ്യാറുണ്ട്. 2 മാസം 8 മാസം പ്രായമായ ശേഷം മരിക്കുന്നുമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പറയും, ഇത് ശരിയാണ്. ബാബ നമ്മുടെ അച്ഛനാണ്, നാം അവരുടെ സന്താനങ്ങളാണ്. ശരിയാണ്, ശരിയാണ് എന്ന് പറയും. കുട്ടികൾ എഴുതാറുമുണ്ട്, വളരെ പ്രഭാവിതരാകുന്നു. പിന്നീട് പുറത്തുപോയാൽ കഴിഞ്ഞു, മരിച്ചു പോകുന്നു. പിന്നീട് വരുന്നേയില്ലെങ്കിൽ എന്തുണ്ടാകും? അവസാന സമയത്ത് വന്ന് റിഫ്രഷ് ആകും, അല്ലെങ്കിൽ പ്രജയായി മാറും. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ശിവജയന്തി എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ശിവബാബ എങ്ങനെയാണ് സദ്ഗതി നൽകുന്നത്? ശിവബാബ സ്വർഗം സമാനമായി കൊണ്ടുവരികയാണ്. സ്വയം പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുകയാണ്, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. ബാബ സ്വർഗത്തിന്റെ അധികാരിയാണ്. അതിനാൽ തീർച്ചയായും സ്വർഗത്തിന്റെ അധികാരിയാക്കി തന്നെയാണ് മാറ്റുക. നമ്മൾ ബാബയുടെ ജീവചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് സ്വർഗം സ്ഥാപിക്കുന്നത്, എങ്ങനെയാണ് രാജയോഗം പഠിപ്പിക്കുന്നത് വന്ന് മനസ്സിലാക്കൂ. എങ്ങനെയാണോ ബാബ മനസ്സിലാക്കി തരുന്നത് അതുപോലെ എന്താ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലേ? ഇത് വളരെ നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നവർ വേണം. ശിവക്ഷേത്രങ്ങളിൽ വളരെ നന്നായി ആഘോഷിക്കുന്നുണ്ടാകും. അതിനാൽ അവിടെ ചെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അഥവാ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ ചെന്ന് ശിവബാബയുടെ ജീവിതകഥ പറഞ്ഞു കൊടുത്താൽ ആർക്കും ദഹിക്കില്ല, ചിന്ത ഉണരില്ല. പിന്നീട് അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിയിൽ ഇരിക്കുന്ന തരത്തിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും.
ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ അനേകം പേർ വരും. അവർക്ക് ലക്ഷ്മി നാരായണന്റെയും രാധാകൃഷ്ണന്റെയും രഹസ്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അവർക്ക് വേറെ വേറെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. കൃഷ്ണ ജയന്തിക്ക് നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് മനസ്സിലാക്കി കൊടുക്കാം, കൃഷ്ണനെ തന്നെ വെളുത്തതെന്നും കറുത്തതെന്നും പാടുന്നത് എന്തുകൊണ്ടാണ് എന്ന്. ഗ്രാമത്തിലെ ബാലകനാണെന്ന് കാണിക്കുന്നു. ഗ്രാമത്തിൽ പശുക്കളെയും ആടുകളെയും മേയ്ക്കുകയല്ലേ ചെയ്യുക. ബാബ ഓർമ്മിക്കുകയാണ്, ഞാൻ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. തലപ്പാവും ചെരുപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം സ്മൃതിയിൽ വരുന്നു. ഞാൻ എന്തായിരുന്നു, പിന്നീട് ബാബ വന്ന് പ്രവേശിച്ചു. ശിവബാബ തന്നെയാണ് എല്ലാവരുടെയും സദ്ഗതി ദാതാവ്. അതിനാൽ ശിവബാബയെ ഓർമ്മിക്കൂ എന്ന ബാബയുടെ സന്ദേശം എല്ലാവർക്കും ലഭിക്കണം. നിങ്ങൾക്ക് രാമചന്ദ്രന്റെ ജീവചരിത്രവും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എപ്പോഴാണ് അവരുടെ രാജ്യം ആരംഭിച്ചത്, എത്ര വർഷങ്ങളായി, ഇങ്ങനെയുള്ള ചിന്തകൾ വരണം. ശിവക്ഷേത്രത്തിൽ ശിവബാബയുടെ ജീവചരിത്രം വേണം കേൾപ്പിക്കാൻ. ലക്ഷ്മി നാരായണന്മാരുടെ ക്ഷേത്രത്തിൽ അവരുടെ മഹിമ ചെയ്യണം. രാമന്റെ ക്ഷേത്രത്തിൽ ചെന്നാൽ രാമന്റെ ജീവിതകഥ കേൾപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ ദേവീ ദേവതാ ധർമ്മം സ്ഥാപന ചെയ്യുന്നതിനുള്ള പുരുഷാർത്ഥത്തിലാണ്. ഹിന്ദു ധർമ്മം ആരും സ്ഥാപിച്ചിട്ടില്ല. ഹിന്ദു എന്നത് ഒരു ധർമ്മമേ അല്ല. ഇത് നേരിട്ട് പറഞ്ഞാൽ വഴക്കുണ്ടാകും. ഇവരേതോ ക്രിസ്ത്യാനിയാണെന്ന് കരുതും. അതിനാൽ പറയൂ, ഞങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരാണ്. അതിനെ തന്നെയാണ് ഇന്ന് ഹിന്ദു എന്ന് വിളിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശിവജയന്തി വളരെ നന്നായി ആഘോഷിക്കൂ. ശിവബാബയുടെ ക്ഷേത്രത്തിൽ ശിവബാബയുടെയും ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണൻ അല്ലെങ്കിൽ രാധാകൃഷ്ണന്റെയും ജീവചരിത്രം കേൾപ്പിക്കണം. എല്ലാവർക്കും യുക്തിയുക്തമായി ജ്ഞാനം നൽകണം. 2. അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആത്മദീപത്തെ ജ്ഞാനമാകുന്ന നെയ്യ് ഒഴിച്ച് സദാ തെളിയിക്കണം. മറ്റുള്ളവരെയും അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. വരദാനം: സർവ ഖജനാവുകളാലും സമ്പന്നമായി നിരന്തരം സേവനം ചെയ്യുന്ന അളവറ്റ അഖണ്ഡ മഹാദാനിയായി ഭവിക്കൂ. ബാപ്ദാദ സംഗമയുഗത്തിൽ എല്ലാ കുട്ടികൾക്കും സ്ഥായിയും അഖണ്ഡവും എന്ന വരദാനം നൽകിയിട്ടുണ്ട്. ആരാണോ ഈ വരദാനത്തെ ജീവിതത്തിൽ ധാരണ ചെയ്ത് അഖണ്ഡ മഹാദാനി അർത്ഥം നിരന്തരം സഹജ സേവാധാരി ആകുന്നത്, അവർ നമ്പർ 1 ആകുന്നു. ദ്വാപരം മുതൽ ഭക്ത ആത്മാക്കളും ദാനി ആകുന്നുണ്ട്. എന്നാൽ അളവറ്റ ഖജനാക്കളുടെ ദാനിയാകാൻ സാധിക്കില്ല. വിനാശി ഖജനാവ് അല്ലെങ്കിൽ വസ്തുവിന്റെ ദാനി ആകുന്നു. എന്നാൽ താങ്കൾ ദാതാവിന്റെ കുട്ടികൾ ആരാണോ സർവ ഖജനാവുകളാലും സമ്പന്നമായിട്ടുള്ളത്, അവർക്ക് ഒരു സെക്കൻഡ് പോലും ദാനം നൽകാതിരിക്കാൻ സാധിക്കില്ല. സ്ലോഗൻ: ഉള്ളിലെ സത്യതയും ശുദ്ധതയും പ്രത്യക്ഷമാകുന്നത് അപ്പോഴാണ് എപ്പോഴാണോ സ്വഭാവത്തിൽ സരളത ഉണ്ടാകുന്നത്. ഓം ശാന്തി.